അഡ്വക്കേറ്റ് PM നിയാസ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യം തന്നെ ഇടത് പ്രതിനിധി CK രവിശങ്കർ ചൂണ്ടിക്കാട്ടിയത് അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ വന്ന് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം നിങ്ങൾ കൂടി പ്രതിപട്ടികയിലേക്ക് വരുന്നു എന്നതാണോ എന്നറിയില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഊഹിക്കാം. ഇപ്പോൾ UDFന്റെ ഭരണകാലത്ത് നടന്ന UDF ഭരണസമിതി എടുത്ത വളരെ സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു കൊടിമരം മാറ്റി സ്ഥാപിക്കൽ. അതിലടക്കം വലിയ ഇടപെടൽ ഇന്ന് ഉണ്ടായിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും. അത് ആ സാഹചര്യം അന്വേഷിക്കണം എന്ന്. അപ്പോൾ UDF ഭരണസമിതി കൂടി ഈ അന്വേഷണ വലയിലേക്ക് എത്തുകയാണ്. അഡ്വക്കേറ്റ് PM നിയാസ്, നോക്കൂ, ഇന്നത്തെ കോടതി വിധി എന്താ പറഞ്ഞത്? കോടതി വിധിയിൽ വളരെ വ്യക്തമായി ദ്വാരപാലക വിഗ്രഹവുമായി ബന്ധപ്പെട്ടും അതുപോലെ നമ്മളെ ഈ ശബരിമലയിലെ പൊതിഞ്ഞ സ്വർണം, ആ സ്വർണത്തിനടിയിൽ ചെമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും അളവിൽ വ്യത്യാസവും കൊണ്ടുപോയ സാധനങ്ങളെല്ലാം വെച്ചത് എന്ന കാര്യവുമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അതിലേക്ക് വന്നത്? നമ്മുടെ ഇതുമായി നമ്മുടെ ടെക്നിക്കൽ റിപ്പോർട്ട് ലഭിച്ചപ്പോൾ ടെക്നിക്കൽ റിപ്പോർട്ടിൽ നിന്നുള്ള വിവരങ്ങൾ, സയൻറ്റിഫിക്കലായിട്ടുള്ള വിവരങ്ങൾ, അവരുടെ ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വളരെയേറെ സയൻറ്റിഫിക്കായിട്ടുള്ള റിപ്പോർട്ടാണ് എന്നുള്ളതുകൊണ്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കിയ സയൻറ്റിസ്റ്റിനെ ചോദ്യം ചെയ്ത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഗ്രാവിറ്റി ബോധ്യപ്പെടൂ എന്നും പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടത് ഇത് കൊണ്ടുപോയതിൽ നിന്നും കൊണ്ടുവന്നതിലും അതിൻ്റെ ഉള്ളിൽ വെച്ച മെറ്റീരിയലുമൊക്കെ അത് ആദ്യമുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ക്രമക്കേടുകൾ, നമ്മൾ വിചാരിച്ചതിലപ്പുറമായ ക്രമക്കേടുകളും അളവിലും തൂക്കത്തിലും പോലും മായം ചേർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം കൂടി ഉണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഈ ഫ്ലാഗ് പോസ്റ്റ് കൊടിമരത്തെക്കുറിച്ച് 2017 വെച്ചതാണ്. അതിൻ്റെ 10ാമത്തെ പാരഗ്രാഫിൽ, ഈ വിധിയുടെ 10ാമത്തെ പാരഗ്രാഫിൽ 5ാം പേജിൽ വളരെ വ്യക്തമായി കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ അത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ SIT റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ നയിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അതിലെന്താ പറയുന്നത്? എ ന്യൂ ഫ്ലാഗ് പോസ്റ്റ് വാസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ശബരിമല ശ്രീകോവിൽ ബൈ റീപ്ലേസിംഗ് ദ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ostensibly on the ground that the old Kodimaram was deteriorated due to wear and tear, the termite infestation. An advocate commissioner had been appointed by this court to supervise the erection process. Subsequent to the replacement, the Vijayavahan affixed to the old Kodimaram was handed over to Kandaru Rajivaru, the then Tandri, by the President and the members of the Travancore Devas Board. It has been reported that during the search conducted by the residents of the said Tandri, Vijaya Vahanam കണ്ടെടുത്തു എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ ഇടതുപക്ഷ പാനലിസ്റ്റ് പറയുന്നത് എന്തോ ഒരു പുതിയ കാര്യം കണ്ടെത്തി, അല്ല എന്തോ ഒരു കൃത്രിമം കണ്ടെത്തി എന്നല്ല. കോടതിയിൽ നിങ്ങളുടെ സർക്കാരിൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞത് 2017 അവിടെ ഈ വെയിലും മഴയും മഞ്ഞുമൊക്കെ കൊണ്ട് അവിടെ ചെതലും അതുപോലെയുള്ള മറ്റ് തരത്തിലുള്ള, ചെതൽ മാത്രമല്ല മറ്റ് തരത്തിലുള്ള എന്താ പറയുക ഡിറ്റീരിയേഷൻ വന്നുകൊണ്ട് അല്ലെങ്കിൽ ദ്രവിച്ചു പോയതുകൊണ്ട് അത് മാറ്റണമെന്ന ആവശ്യം അനുവാദം കൊടുക്കുകയും കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു കാരണമായി ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടിയ വസ്തുത ഒരു മിനിറ്റ്, അതിൽ പറഞ്ഞത് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ആൻഡ് ടെർമൈറ്റ് ഇൻഫെസ്റ്റേഷൻ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അത് കോടതിക്ക് ബോധ്യപ്പെട്ട് കോടതി അക്കാര്യങ്ങൾക്ക് വേണ്ടി സൂപ്പർവൈസ് ചെയ്യാൻ ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷൻ വെക്കുകയും അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നും എന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് വിജയവാഹനം അത് തന്ത്രിയുടെ കണ്ടെത്തിയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനും മെഷർമെൻറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്, അല്ല ഒരു മിനിറ്റ്, എടുക്കേണ്ടതുണ്ട് എന്നാണ് കോടതി ബോധ്യപ്പെടുത്തി. കോടതിക്ക് മുമ്പാകെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കോടതി അംഗീകരിച്ചു. അതിനർത്ഥം എന്താ? അക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്നത്
കോടതിയുടെ നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സൂപ്പർവിഷനിൽ നടന്ന ആ പ്രവർത്തനങ്ങൾ ആണ് അത് ഒരിക്കൽ കൂടി നോക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ് ഇടതുപക്ഷ പ്രതിനിധി മറച്ചു വെക്കുന്ന കാര്യം? എന്നാൽ ഇപ്പം നടന്ന ദ്വാരപാലക വിഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടന്നത് എന്താ? കോടതിയോട് നിങ്ങൾ ആവശ്യപ്പെട്ടോ? കോടതിയോട് അഡ്വക്കേറ്റ് കമ്മീഷൻ വെച്ചോ? കോടതി ഇത് എടുക്കുന്നതും അത് നന്നാക്കുന്നതും അത് കൊണ്ടുപോകുന്നതിനുമായി ബന്ധപ്പെട്ട് കോടതിയുടെ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നോ? പെർമിഷൻ ഉണ്ടായിരുന്നോ? ഇത് ആരുടെ കാലത്താണ്? 2024-25 കാലത്ത് ആരാണ് ഭരിക്കുന്നത്? കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്നു. അതുപോലെ ദേവസ്വം മന്ത്രി ആരാണ്? ഇടതുപക്ഷത്തിൻ്റെ CPM മന്ത്രി. ആരാണ് ദേവസ്വം ബോർഡ്? CPM നിയമിച്ച ദേവസ്വം ബോർഡ്. അപ്പോൾ ഇതെല്ലാം ഈ നേരത്തെ പറഞ്ഞതും ഇതും തമ്മിൽ അങ്ങ് ഒരുപോലെയാണ്. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡും കുഴപ്പക്കാരാണ് എന്ന് കാണിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഞാനിത് വായിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു സാധനം ഇട്ടിട്ടല്ല. ഇന്നത്തെ കേരള ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പാണ് ഞാൻ വായിച്ചു തരുന്നത്. അതിൽ 10ാം പാരഗ്രാഫ് നോക്കിയാൽ മതി. അതിന് താഴേക്ക് 11ാം പാരഗ്രാഫിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, 12ാം പാരഗ്രാഫിൽ അതുമായി കോടതിയുടെ കണ്ടെത്തൽ. അതിൽ കോടതി എന്താ പറഞ്ഞത്? ഈ കാര്യങ്ങളെല്ലാം വിശദമായ അന്വേഷണം നടത്തണമെന്ന SITയുടെ അന്വേഷണത്തിനും നമ്മൾ അംഗീകരിക്കുന്നു എന്നതാണ്. ഞങ്ങൾക്കതിന് പ്രയാസമില്ല. പക്ഷേ രണ്ടും ഒരുപോലെയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. അങ്ങ് പറഞ്ഞത് ഞങ്ങൾ PM നിയാസ് ഒരു സെക്കൻഡ് ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടേ. ആ 11ാമത്തെ പാരഗ്രാഫിൽ അവസാനം പറയുന്നുണ്ട് ഡിസിഷൻ മേക്കിംഗ് ചെയിൻ, അതുപോലെ ഫിക്സ് അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊടിമരം ഈ മാറ്റി സ്ഥാപിക്കുന്നതിൽ എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഹൈക്കോടതിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു തീരുമാനമെടുത്ത ആളുകൾ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യേണ്ടതിന് പരിശോധനകൾ ആവശ്യമാണ് എന്നതടക്കം 11ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ആ സമയത്ത് ഇത്തരത്തിൽ തീരുമാനമെടുത്ത ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു എന്നല്ലേ? ഞാൻ വായിക്കാം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആസ് ഫർദർ ഇൻഫോംഡ് ദിസ് കോർട്ട്. അവരറിയിച്ചു കോടതിയെ that the circumstances surrounding the disbanding of the earlier Kodimaram and the erection of the new one are being subject to close scrutiny, and the connected files, administrative records and related documents are being systematically seized and examined in order to trace the decision making chain, fix accountability and determine potential criminal liability. എന്ന് പറഞ്ഞാൽ SIT ആവശ്യപ്പെട്ടത് ഇതിൻ്റെ മാറ്റിയതും അതുമായി അവർ തിരിച്ചു കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ഞങ്ങൾ സീസ് ചെയ്യേണ്ടതുണ്ട്, അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ അതിലെവിടെയാണ് തടസ്സം പറയുന്നത്? അതെല്ലാം ഞാൻ പറയുന്നത് കോടതിയിലെ പെർമിഷൻ വാങ്ങി കോടതിയുടെ സൂപ്പർവിഷനിൽ കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷനുടെ കീഴിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും അന്വേഷണം നടത്തണമെന്ന SITയുടെ തീരുമാനങ്ങൾ കോടതി അംഗീകരിച്ചതാണ്. പക്ഷേ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത്, ഞാൻ ചോദിച്ചത് ഇപ്പോൾ അതിനുശേഷം നടന്ന ഇവിടെ എത്ര കിലോ സ്വർണം അല്ലെങ്കിൽ അതിൻ്റെ പാളി ഒക്കെ കൊണ്ടുപോയത് എല്ലാം ദ്വാരപാലക വിഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയതിന് ഏത് കോടതിയുടെ സൂപ്പർവിഷനാണുള്ളത്? ഏത് കോടതിയുടെ പെർമിഷനാണുള്ളത്? ഏത് തരത്തിലുള്ള അംഗീകാരമാണുള്ളത്? അപ്പോൾ അതൊക്കെ ചെയ്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ്, പിന്നീട് വന്ന പ്രസിഡന്റ്, ഇതൊക്കെ CPMൻ്റെ മുൻ MLAമാരാണ്. CPMൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയായ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. എന്തേ ഇതുവരെ നേരം വെളുത്തില്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുറ്റം കഴിയുന്നവരൊക്കെ അകത്തായ കുറ്റം കോടതി ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്, ഇത് ചെറിയ കാര്യമല്ല, ഇപ്പൊ കണ്ടതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അവരെ കുറിച്ച് അജയ് തറയിൽ കൂടി ഈ വലയിലേക്ക് എത്തുന്നു ചില എന്നുള്ള വാർത്തകൾ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രചരിക്കുന്നതാണ്. അത് ശരിവെക്കുന്ന SIT റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്.